കേരളത്തെ പിന്നോട്ടടുപ്പിച്ച UDFന്റെ ഇരുണ്ട കാലം തിരികെ വരരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ഷേമ പെൻഷൻ, KSRTCയിലെ നഷ്ടം, ലോഡ് ഷെഡിംഗ് തുടങ്ങിയ സംഗതികളൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പും ചില ചിത്രങ്ങളും പങ്കുവച്ചിരിക്കുന്നത്. വാക്കുപാലിക്കാത്തവരെ തുറന്നു കാട്ടാൻ ഇതിലും നല്ലൊരു ദിവസമില്ലെന്നും ചർച്ച തുടരട്ടെ എന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ എഴുതി. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങളുമായി. സെയ്ഫ്, ഈ ടെലിവാസിൽ സംവാദത്തിനില്ല എങ്കിലും ഫേസ്ബുക്ക് വഴിയുള്ള സംവാദത്തിന് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. എന്താണ് അദ്ദേഹം ഉന്നയിക്കുന്ന പോയിന്റുകൾ? ഇന്നലെയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംവാദത്തിനായുള്ള ആദ്യ പോസ്റ്റ് മുഖ്യമന്ത്രി ഇട്ടത്. രണ്ട് ചോദ്യങ്ങളാണ് ഇന്നലെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. ഒന്ന്, കർണാടകയിലെ യലഹങ്കയിൽ ബുൾഡോസർ രാജിന് വിധേയമായ ആൾക്കാർക്ക് വീട് വെച്ച് നൽകുമെന്ന് സർക്കാർ പറഞ്ഞിട്ട് 101 ദിവസം കഴിഞ്ഞു. അതെവിടെ എന്നുള്ള ചോദ്യം ആദ്യമായി മുന്നോട്ട് വെച്ചു. രണ്ടാമത്, വയനാട് ദുരന്തബാധിതർക്കായി പിരിച്ച പണം എവിടെ, ആരുടെ അക്കൗണ്ടിലാണ് ഉള്ളത് തുടങ്ങി രണ്ട് ചോദ്യങ്ങളാണ് ഇന്നലെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അത് രണ്ടിലും മറുപടി ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി വീണ്ടും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കേരളത്തെ പിന്നോട്ടടിച്ച UDFന്റെ ആ ഇരുണ്ട കാലം തിരികെ വരരുത്, വാക്ക് പാലിക്കാത്തവരെ തുറന്നു കാട്ടാൻ ഇതിലും നല്ലൊരു ദിവസം വേറെയുണ്ടോ, ചർച്ച തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് UDF കാലത്തെ വീഴ്ചകൾ മുഖ്യമന്ത്രി എണ്ണി പറയുന്നത്. ക്ഷേമ പെൻഷൻ നൽകാത്തത്, KSRTC നഷ്ടത്തിലായത്, സ്കൂളുകൾ തുറക്കാത്തത്, സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായത്, കേരളത്തിൽ ലോഡ് ഷെഡിംഗ് നടപ്പാക്കിയത്, കിട്ടാത്ത പാഠപുസ്തകം, അതായത് ഓണപരീക്ഷയിൽ എത്തിയത് പോലും പാഠപുസ്തകങ്ങൾ കിട്ടിയില്ല, വർഗീയതയോട് സന്ധി ചെയ്ത നിലപാട്, ഒന്നും നടക്കില്ല എന്ന സമീപനം സർക്കാർ സ്വീകരിച്ചത്, റോഡുകളുടെ കുഴി തുടങ്ങി UDF സർക്കാരിന്റെ കാലത്തെ വീഴ്ചകൾ ഏതാണ്ട് 4 പേജിൽ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പോസ്റ്റ് മുഖ്യമന്ത്രി ഇട്ടിരിക്കുന്നത്. ഇതിൽ ചർച്ച തുടരാം എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ശരി, സെയ്ഫ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.